ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് പെട്ടെന്ന് റെഡിയായി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അപ്പോഴേക്ക് നമ്മുടെ ട്രെയിൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രെയിനിൽ കയറി പാടന്നെ പൊന്നു എന്ത് ചെയ്ത് പൊന്നുവിൻ്റെ ബുക്ക് എടുത്ത് വരയ്ക്കാനൊക്കെ പോയി. ഞാൻ പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ചിരുന്ന്. നമുക്കൊരു 5.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. ബോറടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് പുറത്തുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അത്രക്കും അടിപൊളിയായിരുന്നു. ഫുള്ള് ഗ്രീനറി, പിന്നെ കുട്ടികളുണ്ട് നമ്മുടെ നാട്ടിലത്തേക്ക് പോലെ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു അവിടെ. പിന്നെ എല്ലാം കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 2 സൈഡിൽ കുറേ മലകളും കുന്നുകളൊക്കെ കണ്ടു. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്താറായി. ഇതിൻ്റെ ഇടയിൽ നമ്മൾ 3 ട്രെയിന് മാറി കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലെത്തി ചായയൊക്കെ കുടിച്ച്. അപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു. ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. കിച്ചണിലായാലും നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ട പാത്രങ്ങൾ, കട്ട്ലറീസ്, എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. ബാത്റൂമൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു. ഇതിൻ്റെ മുന്നേ എനിക്കൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് താമസിച്ചിരുന്ന ഇതുപോലത്തെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ സ്മെല്ല് എനിക്ക് ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല. സ്മെല്ല് ഭയങ്കര തലവേദനയൊക്കെ ഉണ്ടായിരുന്നു ആ സ്മെല്ലടിച്ചിട്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു തലവേദനയോ ഒരു പൊടിയോ അങ്ങനെ എനിക്കൊന്നും ഫീൽ ചെയ്യണം. സിറ്റീൻ്റെ സെൻറ്ററിലായതുകൊണ്ട് തന്നെ വിൻഡോയിലൂടെ പുറത്തേക്കുള്ള വ്യൂവും തന്നെ അടിപൊളിയായിരുന്നു. എല്ലാം കൊണ്ടും മൊത്തത്തിലൊരു വൈബായിരുന്നു.